ഹലോ കുട്ടൻസ്. അപ്പം കുറെ നാളായില്ലേ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറയാം ഞാൻ എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന്. ഇന്ന് പതിവില്ലാതെ സുപ്രഭാതത്തിൽ എണീറ്റു കേട്ടോ. അപ്പൊ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനുശേഷം കടുക് ഉഴുന്ന് ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മുടെ ക്യാരറ്റും സവാളയും അതുപോലെ തന്നെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റും കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയൊക്കെ ഉണ്ട്, ഞാൻ അതും ഇടും. പക്ഷെ ഇപ്പം അതിന് ക്ഷാമമായത് കൊണ്ട് അതില്ല കേട്ടോ. അങ്ങനെ ദേ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി സെറ്റായപ്പം ഞാൻ ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ തേങ്ങയും കൂടെ ജസ്റ്റ് ഒന്ന് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. അതിനുശേഷം എന്താ, റവ വറുത്തതെന്ന് കവറിൽ എഴുതിയെങ്കിലും ഞാൻ വീണ്ടും റവ വറക്കും കേട്ടോ, ഒരു മണം വരുന്നവരെ. എന്നിട്ട് ആ വറുത്ത റവയാണ് ഞാൻ ഇതിനകത്ത് തട്ടുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒന്നുകൂടെ വറക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഉപ്പുമാവ്. ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നല്ല തിളച്ച വെള്ളം, ഒരു കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിന് ഞാൻ 1.5 കപ്പ് വെള്ളം കേട്ടോ ചേർത്തേക്കുന്നത്. അപ്പം നമുക്ക് നല്ല നൈസായിട്ടുള്ള സോഫ്റ്റ് കുഴകുഴാന്നുള്ള ഉപ്പുമാവ് കിട്ടും കേട്ടോ. ഉപ്പുമാവ് കൂടുതൽ ഡ്രൈ ആയി പോകുമ്പോഴാണ് അധികം ആരും കഴിക്കാത്തത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ദേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിയുടെ ഒക്കെ നല്ല രുചിയുള്ള നമ്മുടെ ക്യാരറ്റൊക്കെ ഇട്ട നല്ല അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ നല്ല അടിപൊളി കടല റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാട്ടോ. അപ്പം അത്രയേ ഉള്ളൂ.